ഹലോ, ബെസ്റ്റ് ടൈം ടു ബൈ ആൻഡ് സെൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ലീക്കോഡ് ക്വസ്റ്റ്യൻ നമ്പർ 121 ആണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യണത്. ഇതൊരു ഈസി ലെവൽ പ്രോബ്ലം ആണ്. ഇതിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് അറേ ഡൈനാമിക് പ്രോഗ്രാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യു ആർ ഗിവൺ ആൻ അറേ പ്രൈസസ് വേർ പ്രൈസ് ഓഫ് ഐ ഈസ് ദ പ്രൈസ് ഓഫ് എ ഗിവൺ സ്റ്റോക്ക് ഓൺ ദി ith day. You want to maximize your profit by choosing a single day to buy one stock and choosing a different day in the future to sell that stock. Return the maximum profit you can achieve from this transaction. If you cannot achieve any profit, return 0. Okay. ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ അവർ പറയുന്നത് നമ്മളൊരു സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിൽ ഏതൊരു സ്റ്റോക്ക് ബൈ ചെയ്യണു സെല് ചെയ്യണു. ബൈ ചെയ്യണതും സെല് ചെയ്യണതും ഒരേ ദിവസം ആവാൻ പാടില്ല. ഏത് ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് വരുന്നത്. ഇപ്പം ഒറ്റ പ്രോഫിറ്റും വരുന്നില്ല എന്നുണ്ടെങ്കിൽ 0 റിട്ടേൺ ചെയ്യണം. ഈ ക്വസ്റ്റ്യാണ് നമ്മുടെ അറേ ആൻഡ് ഹാഷിങ്ങിൽ ഈസി ലെവൽ ക്വസ്റ്റ്യനിൽ വരുന്ന ലാസ്റ്റത്തെ പ്രോബ്ലം. ഇത് നമ്മൾ 3 രീതിയിൽ സോൾവ് ചെയ്യുന്നുണ്ട്. 2 പോയിന്റർ മെത്തേഡ് വെച്ചിട്ട്, പിന്നെ ഗ്രീഡി അൽഗോരിതം എന്ന് പറയുന്ന മെത്തേഡ് വെച്ചിട്ട്, ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് വെച്ചിട്ട്. ഓരോന്നിൻ്റെയും ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റിയും ഇതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ 2 പോയിന്റർ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യുന്നുണ്ട്, പിന്നെ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യുന്നുണ്ട്, പിന്നെ ഗ്രീഡി അൽഗോരിതം അല്ലെങ്കിൽ സിംഗിൾ പാസ് 1 പാസ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് തന്നെ ഈ മെത്തേഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഇൻപുട്ട് അറേ 715,364 എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട് അറേ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മാക്സിമം പ്രോഫിറ്റ് എന്നും പറഞ്ഞൊരു വേരിയബിൾ 0 ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മിനിമം പ്രൈസ് എന്ന് പറയും, മിനി പ്രൈസ് എന്ന് പറയും, ഇൻഫിനിറ്റി എന്ന് പറയണ ഒരു വേരിയബിൾ ഞാൻ ഇനീഷ്യേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ടേബിളർ ഫോമിൽ കറന്റ് പ്രൈസ്, മിനിമം പ്രൈസ്, പ്രോഫിറ്റ് എന്ന് പറഞ്ഞ 3 കോളം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അറേ കോഡ് ഇറ്ററേറ്റ് ചെയ്യുമ്പോൾ ഓരോ വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് ഇതെങ്ങനെ ഈ അപ്രോച്ചിൽ നിന്ന് കൂടുതൽ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഈ ടേബിളിൽ ഞാൻ മിനിമം പ്രൈസ് നമ്മൾ ഇൻഫിനിറ്റി സെറ്റ് ചെയ്തതും പ്രോഫിറ്റ് കറന്റ് പ്രോഫിറ്റ് മാക്സി പ്രോഫിറ്റ് 0 ഇനീഷ്യേറ്റ് ചെയ്തത് ഞാൻ എഴുതി. ഇനി ഞാൻ എൻ്റെ അറേ കോഡ് ഇത് ലൂപ്പ് ചെയ്യാണ്. അപ്പം അതിന് വേണ്ടി ആദ്യം തന്നെ ഞാൻ ആദ്യത്തെ എലിമെൻറ്റിലേക്ക് പോയി. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ എലിമെൻറ്റ് ഏതാ? 7 ആണ്. അപ്പം നമ്മുടെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 7 ആയിട്ട് അപ്ഡേറ്റ് ആവും. ഇനി മിനിമം പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് മിനിമം പ്രൈസും പിന്നെ കറൻ്റ്ലി ഇപ്പോഴത്തെ പ്രൈസും ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് ഇതിൽ മിനിമം വാല്യൂ ആണ് മിനിമം പ്രൈസിൽ അപ്ഡേറ്റ് ആവണേ ഓരോ പ്രാവശ്യം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ കറണ്ട് മിനിമം പ്രൈസ് ഇൻഫിനിറ്റി ആണ്, കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 7 ആണ്. ഇതിൽ ഏതാണ് മിനിമം വരുന്ന? 7 ആണ്. അപ്പോൾ നമ്മൾ മിനിമം പ്രൈസ് ഇൻഫിനിറ്റിയിൽ നിന്ന് 7ലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കറണ്ട് പ്രൈസ് മൈനസ് മിനിമം പ്രൈസ് ആണ്. അപ്പോൾ 7 - 7 ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുന്നത്. നമ്മുടെ എലിമെൻറ്റിലേക്ക് വന്നു. അപ്പോൾ അടുത്ത എലിമെൻറ്റ് 1 ആണ്. അപ്പോൾ കറണ്ട് പ്രൈസ് ഞാൻ അവിടെ 1 അപ്ഡേറ്റ് ചെയ്തു. മിനിമം പ്രൈസ് ഞാൻ നോക്കി. ഇപ്പോൾ നിലവിലുള്ള മിനിമം പ്രൈസ് 7 ആണ്, കറണ്ട് പ്രൈസ് 1 ആണ്. ഇതിൽ മിനിമം ഏതാ വരുന്നത്? 1 ആണ്. അപ്പോൾ ഞാൻ 7ൽ നിന്ന് മിനിമം പ്രൈസ് 1 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. പിന്നെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ കറണ്ട് പ്രൈസ് മൈനസ് മിനിമം പ്രൈസ് ചെയ്യും, അപ്പോൾ 0. ഇനി ഞാൻ അടുത്ത എലിമെൻ്റ് എടുത്തു 5. അപ്പോൾ കറണ്ട് പ്രൈസ് 5 വന്നു. മിനിമം പ്രൈസ് എന്ന് പറയുന്നത് കറൻ്റ്ലി ഉള്ള മിനിമം പ്രൈസ് 1 ആണ്. ഇപ്പോൾ ഉള്ള കറണ്ട് പ്രൈസ് 5 ആണ്. ഇതിൽ മിനിമം എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പോൾ എനിക്ക് അപ്ഡേറ്റ് ചെയ്യണ്ട, 1 തന്നെ വെച്ചാൽ മതി. കാരണം 5 > 1 ആണ്. ഇനി അടുത്ത എലിമെൻ്റ് എടുത്ത് 3. അപ്പോൾ കറണ്ട് പ്രൈസ് 3 നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 1ഉം 3ഉം കമ്പയർ ചെയ്യുമ്പോൾ മിനിമം 1 തന്നെ. അപ്പോൾ നമുക്കത് അപ്ഡേറ്റ് ചെയ്യേണ്ട, 1 തന്നെ വെച്ചാൽ മതി മിനിമം പ്രൈസ് ആയിട്ട്. ഇതിൻ്റെ കറസ്പോണ്ടിങ് പ്രോഫിറ്റ് കൊണ്ടും കണ്ടുപിടിക്കുക. അപ്പോൾ 5 - 1 ആയിരുന്നപ്പോൾ പ്രോഫിറ്റ് 4, 3 - 1 ആയിരുന്നപ്പം പ്രോഫിറ്റ് 2. ഇനി അടുത്ത എലിമെൻറ്റ് നമ്മൾ പോയി 6. അപ്പോൾ കറണ്ട് പ്രൈസ് 6 ആണ്. നമ്മൾ മിനിമം നോക്കിയപ്പോൾ 6ലും 1ലും മിനിമം വരുന്നത് 1 തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് മിനിമം പ്രൈസ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് കറണ്ട് പ്രൈസ് മൈനസ് മിനിമം പ്രൈസ് എന്ന് പറയുമ്പോൾ 5 ആണ് നമുക്ക് ഇപ്പോൾ കിട്ടണം. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഉള്ള പ്രോഫിറ്റുകളിലെ ഏറ്റവും നല്ലൊരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ 5 ആണ്. ഇങ്ങനെ ലാസ്റ്റ് എലിമെൻ്റായ 4 എടുത്തു. അപ്പോൾ നമ്മൾ കറണ്ട് പ്രൈസ് 4, മിനിമം പ്രൈസ് കമ്പയർ ചെയ്ത് നമ്മൾ 4 ആണോ 1 ആണോ ചെറുത്, അപ്പോൾ 1 തന്നെ. അപ്പോൾ നമുക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ട, മിനിമം പ്രൈസ് 1 തന്നെ. പ്രോഫിറ്റ് എന്ന് പറയുന്നത് കറണ്ട് പ്രൈസ് മൈനസ് മിനിമം പ്രൈസ്, അപ്പോൾ 3 ആണ്. ഈ പ്രോഫിറ്റുകളിൽ നമുക്ക് ഏറ്റവും മാക്സിമം പ്രോഫിറ്റ് വന്നേക്കുന്നത് ഈ ഒരു കേസിലാണ് അല്ലേ. അപ്പോൾ കറണ്ട് പ്രൈസ് 6ലും മിനിമം പ്രൈസ് 1, ഈ ഒരു സിറ്റുവേഷൻസിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് വരുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ അവർ പറഞ്ഞേക്കുന്നത് ആ മാക്സിമം പ്രോഫിറ്റ് റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഈ കേസിൽ നമ്മുടെ മാക്സിമം പ്രോഫിറ്റ് എത്രയാണ്? 5 ആണ്. ഇതായിരിക്കും നമ്മൾ ഔട്ട്പുട്ടായിട്ട് റിട്ടേൺ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഒറ്റൊരു പ്രാവശ്യമാണ് ഈ അറേ കോഡ് ഇറ്ററേറ്റ് ചെയ്യണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ടൈം കോംപ്ലക്സിറ്റി O(n) ആണ്. എക്സ്ട്രാ അറേ നമ്മൾ ഉണ്ടാക്കണില്ല. അപ്പോൾ സ്പേസ് കോംപ്ലക്സിറ്റി കോൺസ്റ്റൻറ്റ് സ്പേസ് കോംപ്ലക്സിറ്റി ആണ്. അപ്പോൾ O(1) ആണ്. ഈ പ്രോബ്ലത്തിന് നമ്മൾ സിംഗിൾ പാസ് എന്നോ അല്ലെങ്കിൽ 1 പാസ് മെത്തേഡ് എന്നോ പറയും. ഇപ്പോൾ 1 പാസ് എന്ന് പറയുന്നതും സിംഗിൾ പാസ് മെത്തേഡ് എന്ന് പറയുന്നതും
പിന്നെ ഇവിടെ ഗ്രീഡി അൽഗോരിതം എന്നൊക്കെ പറയുന്നത് ഈ സെയിം മെത്തേഡ് തന്നെയാണ്. കാരണം എന്താ, വൺ പാസ് എന്ന് പറയുന്നത് നമ്മൾ ഒറ്റ പ്രാവശ്യമാണ് ഇത് ലൂപ്പ് ചെയ്തിട്ടുള്ളൂ. ഗ്രീഡി അൽഗോരിതം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒറ്റ പ്രാവശ്യം ഇറ്ററേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ മിനിമം പ്രൈസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, മാക്സിമം പ്രോഫിറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വക എല്ലാ പരിപാടികളും നമ്മൾ ഒറ്റ ഒരു ലൂപ്പിങ്ങിൽ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഗ്രീഡി അൽഗോരിതം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അടുത്ത മെത്തേഡ് 2 പോയിന്റർ മെത്തേഡ് വെച്ച് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ 2 പോയിന്റർ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ റിയൽ ലൈഫിൽ സ്റ്റോക്ക് നമ്മൾ എങ്ങനെയാണ് വാങ്ങിക്കുക വിൽക്കണമെന്ന് നമ്മൾ നോക്കാം. നമുക്ക് നമ്മുടെ ഉദ്ദേശം എത്രയാണ്, ഏറ്റവും മാക്സിമം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം ഭാഗ്യം ഉണ്ടെങ്കിൽ ഏറ്റവും കുറവിൽ വാങ്ങിച്ചാൽ ഏറ്റവും കൂടുതൽ വിറ്റാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവും, ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാവും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. എക്സാമ്പിളായിട്ട് ഈ ഒരു ഗ്രാഫ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 1 2 3 4 5 6 അങ്ങനെ ഈ HHSൽ വരച്ചാണ്. YHSൽ പ്രൈസുകളാണ്. ഇപ്പോൾ ആദ്യത്തെ ദിവസത്തെ പ്രൈസ് 1 ആയിരുന്നു. അങ്ങനെ പ്രൈസ് അപ്ഡേറ്റ് ചെയ്യാനാണ് YHSൽ വെച്ചാണ്. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിളായിട്ട് എടുത്തേക്കണേൽ ആദ്യത്തെ ദിവസം ഞാൻ സ്റ്റോക്ക് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ പൈസ 6 യൂറോ ആയിരുന്നു. രണ്ടാമത്തെ ദിവസമായപ്പം സാധനത്തിൻ്റെ പൈസ കുറഞ്ഞു. എന്നിട്ട് അതിൻ്റെ വില എന്ന് പറയുന്നത് 1 യൂറോ ആയി, 1 രൂപയായിട്ട് മാറി. 1 രൂപയായിട്ട് മാറി. അപ്പോൾ നമുക്ക് നഷ്ടമാണ് വന്നല്ലേ. നമ്മൾ വാങ്ങിച്ചത് 6 ഇപ്പോൾ 1 രൂപ ആയിക്കണേ, അപ്പോൾ കുറഞ്ഞു. അപ്പോൾ നമുക്ക് നഷ്ടമാണ്, ലാഭമല്ല. ഇനി മൂന്നാമത്തെ ദിവസമായപ്പം പൈസ ഒരു യൂണിറ്റിൻ്റെ പൈസ പറയുന്നത് 4 രൂപയായി. അപ്പോൾ നഷ്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ലാഭമാണ്. അപ്പോൾ അതാണ് ഞാൻ ഗ്രീനായിട്ട് വരച്ചത്. പിന്നത്തെ ദിവസം നോക്കിയപ്പം നാലാമത്തെ ദിവസത്തെ വില എന്ന് പറയുന്നത് 3 രൂപയാണ്. അപ്പോൾ വീണ്ടും നഷ്ടമായി. അഞ്ചാമത്തെ ദിവസത്തിൻ്റെ വില എന്ന് പറയുന്നത് 5 രൂപയാണ്. അപ്പോൾ ഇത്തിരി ലാഭമായി. ആറാമത്തെ ദിവസത്തെ വില എന്ന് പറയുന്നത് 3 രൂപയാണ്. അപ്പോൾ വീണ്ടും നഷ്ടമായി. അപ്പോൾ നഷ്ടമാവുന്ന കേസിലേക്ക് ഞാൻ റെഡ് കളറും ലാഭമാവുന്ന കേസിലേക്ക് ഞാൻ ഗ്രീൻ കളറിലാണ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചാണ്. ഈ 2 പോയിന്റർ മെത്തേഡ് മനസ്സിലാകാനായിട്ട് ഞാൻ ഒരു റൈറ്റ് പോയിന്ററും ലെഫ്റ്റ് പോയിന്ററും ഞാൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം റൈറ്റ് പോയിന്റർ എന്ന് പറയുന്നത് ഞാൻ സെല്ലിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യണം. ലെഫ്റ്റ് പോയിന്റർ എന്ന് പറയുന്നത് ഞാൻ ബൈ ചെയ്യണതിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം ലെഫ്റ്റ് പോയിന്റർ ആദ്യത്തെ ദിവസമേ ഞാൻ ഇനീഷ്യേറ്റ് ചെയ്തു. റൈറ്റ് പോയിന്റർ ഞാൻ രണ്ടാമത്തെ ദിവസമേ ഇനീഷ്യേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ നോക്കി എനിക്ക് ഈ കേസിൽ ലാഭമാണോ നഷ്ടമാണോ എന്ന്. അപ്പോൾ ഞാൻ വാങ്ങിച്ചതിനേക്കാളും ഇപ്പോൾ പൈസ കുറഞ്ഞതാണ്, അപ്പോൾ എനിക്ക് നഷ്ടമാണ്. അപ്പോൾ നമുക്കിപ്പോൾ വാങ്ങിക്കാൻ 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ കൂടിയ പൈസയ്ക്ക് വാങ്ങിക്കാനേക്കാളും പൈസ ഇത്തിരി കുറയുമ്പോൾ വാങ്ങിക്കാനാണ് ബുദ്ധി ഓരോ ചെയ്യുക അല്ലേ. ഇപ്പോൾ ഇതിൻ്റെ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ വിലയ്ക്കും ഭയങ്കര ബിറ്റ് കോയിനിൻ്റെയൊക്കെയും വില ഭയങ്കര കൂടിക്കുന്ന സമയത്തല്ലല്ലോ നമ്മൾ വാങ്ങിക്കേണ്ടത്. നമ്മൾ ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സമയത്ത് വേണം അത് ബുദ്ധിപൂർവ്വം വാങ്ങിക്കാൻ. എന്നിട്ട് പൈസ കൂടുമ്പോൾ വേണം നമ്മൾ വിൽക്കാൻ, എന്നാലാണ് നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ആദ്യത്തെ ദിവസം ഞാൻ വാങ്ങിച്ചെങ്കിൽ എനിക്ക് 6 രൂപ കൊടുക്കേണ്ടി വന്നേനെ. രണ്ടാമത്തെ ദിവസം ഞാൻ വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് 1 രൂപ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ദിവസം വാങ്ങിക്കാനാണ് നോക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ ബൈ ചെയ്യാനുള്ള ഈ ലെഫ്റ്റ് പോയിന്റർ ഞാൻ അപ്ഡേറ്റ് ചെയ്യും രണ്ടാമത്തെ ദിവസത്തേക്ക്. എന്നിട്ട് റൈറ്റ് പോയിന്റർ ഞാൻ ഹൈട്രേറ്റ് ചെയ്യും. അപ്പോൾ റൈറ്റ് പോയിന്റർ വരുന്നത് മൂന്നാമത്തെ ദിവസത്തെയും. ഇനി ഞാൻ നോക്കി മൂന്നാമത്തെ ദിവസം പൈസ ഇത്തിരി കൂടിയേക്കാണ്. അപ്പോൾ എനിക്കിവിടെ പ്രോഫിറ്റ് ഉണ്ടായി. പിന്നെ ഞാൻ ലെഫ്റ്റ് പോയിന്റർ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത് അവിടെ തന്നെ വെച്ചാൽ മതി. ഇനി ഞാൻ അടുത്ത ദിവസത്തേക്ക് റൈറ്റ് പോയിന്റർ അപ്ഡേറ്റ് ചെയ്യും. ഞാൻ നോക്കും. ഇപ്പോൾ നാലാമത്തെ ദിവസം നോക്കിയപ്പം പൈസ വീണ്ടും കുറഞ്ഞു, 3 രൂപ. പക്ഷേ എൻ്റെ ഞാൻ വാങ്ങിച്ചത് ഇപ്പോൾ 1 രൂപയ്ക്കാണെങ്കിൽ അപ്പോഴും എനിക്ക് ലാഭം തന്നെയാണല്ലേ. ഞാൻ ഏറ്റവും കുറവിലാണ് വാങ്ങിച്ചാണ്. അപ്പോൾ ലെഫ്റ്റ് പോയിന്റർ ഞാൻ അപ്പോഴും അപ്ഡേറ്റ് ചെയ്യേണ്ടത് അതിൽ തന്നെ വെച്ചാൽ മതി. പക്ഷേ റൈറ്റ് പോയിന്റർ ഞാൻ 5-ാമത്തെ ദിവസത്തേക്ക് അപ്ഡേറ്റ് ചെയ്തു. 5-ാമത്തെ ദിവസത്തിൻ്റെ വില നോക്കിയപ്പോൾ 5 രൂപയായി. അപ്പോൾ പൈസ ഇത്തിരി കൂടി എനിക്ക് ലാഭമായി. പക്ഷേ അപ്പം 5 - 1 4 രൂപ എനിക്ക് ലാഭം കിട്ടി. അതാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും ലാഭമുള്ള ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ മിനിമത്തിൽ തന്നെയാണ് നമ്മുടെ ബൈ ചെയ്ത ലെഫ്റ്റ് പോയിന്ററിൻ്റെ പൊസിഷൻ. അപ്പോൾ അതിന് മാറ്റില്ല, റൈറ്റ് പോയിന്റർ ഞാൻ മാറ്റി നോക്കി. അടുത്തത് 3 രൂപയിലായിരുന്നു. അപ്പോൾ എൻ്റെ ലാഭം എന്ന് പറയുന്നത് 3 - 1 2 ആണ്. അത് പക്ഷേ എനിക്ക് ഈ 5 ആയിരുന്ന സമയത്ത് വിറ്റ എനിക്ക് ഏറ്റവും മാക്സിമം പ്രോഫിറ്റ് ഇവിടെ കിട്ടില്ല. അപ്പം ഈ പോയിന്റിൽ ബൈ ചെയ്തിട്ട് ഈ പോയിന്റിൽ സെല് ചെയ്താലാണ് എനിക്ക് ഏറ്റവും ലാഭം ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ 2 പോയിന്റർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. നമ്മൾ സ്റ്റോക്ക് ചെയ്യണതിൻ്റെ അതേ കോൺസെപ്റ്റ്. ഇനി ഇതിൻ്റെ സ്യൂഡോ കോഡ് ചെയ്തതിന് ശേഷം പൈത്തൺ വെച്ച് കോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം നമുക്ക് കിട്ടി. ഇനി ടേബിളാർ ഫോമിൽ ഇത് ഒന്നുകൂടി മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ലെഫ്റ്റ് പോയിന്റർ, അതായത് ബൈ ചെയ്യാന ദിവസം, സെല്ല് ചെയ്യുന്ന ദിവസം,
ആ ദിവസത്തെ മാക്സിമം പ്രോഫിറ്റ്. ഇങ്ങനെയാണ് നമ്മൾ നോക്കണം. രണ്ടും ഒരേ ദിവസം ആവരുതെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ബൈ ചെയ്യലും സെല്ല് ചെയ്യലും. അപ്പം നമ്മൾ ലെഫ്റ്റ് പോയിന്റർ ബൈ ചെയ്യണത് ആദ്യത്തെ ദിവസം നമ്മൾ വാങ്ങിച്ചു നോക്കി, റൈറ്റ് പോയിന്റർ രണ്ടാമത്തെ ദിവസം ആണെങ്കിൽ അപ്പോഴത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രോഫിറ്റ് അല്ല, കാരണം ഇവിടെ പൈസ കുറയാണല്ലേ. അപ്പം പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ സെൽ ചെയ്യുന്ന ദിവസത്തിന്റെ പൈസ മൈനസ് ബൈ ചെയ്ത ദിവസത്തിന്റെ പൈസ നോക്കണേ. അപ്പം ഇവിടെ സെല് ചെയ്യുന്നത് 1-നും ബൈ ചെയ്യുന്നത് 6-ലും ആണെങ്കിൽ 7-ലും ആണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 - 7 = -6. ഇവിടെ നമ്മുടെ വാല്യൂ 7 ആണ്. അപ്പം നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്, നമുക്കപ്പം നഷ്ടമാണ്, ഇത് ലാഭമല്ല, നെഗറ്റീവ് നമ്പർ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണേ, നമ്മുടെ ലെഫ്റ്റ് പോയിന്റർ നമ്മൾ ഈ റൈറ്റ് പോയിന്ററിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ 2 വന്നത്. ഇനി റൈറ്റ് പോയിന്റർ ആസ് യൂഷ്വൽ നമുക്ക് അടുത്ത ദിവസത്തേക്ക് പോകണം. അപ്പോൾ 3rd ഡേയിൽ നമ്മൾ സെല്ല് ചെയ്ത് നോക്കി. അപ്പോൾ 3rd ഡേയിൽ സെല്ല് ചെയ്തപ്പോൾ വില 4 ആയിരുന്നു, വാങ്ങിച്ചത് 1-ലാണെങ്കിൽ 4 - 1 3 ആണ് നമ്മുടെ ലാഭം. ഇനി അടുത്തത് നമുക്ക് ഏറ്റവും കുറവിൽ ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടത് നഷ്ടമല്ല. അപ്പോൾ പിന്നെ ലെഫ്റ്റ് പോയിന്റർ അപ്ഡേറ്റ് ചെയ്യണ്ട, ഇനി റൈറ്റ് പോയിന്റർ അപ്ഡേറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അടുത്ത ദിവസത്തെ വില എന്ന് പറയുന്നത് 4ാമത്തെ ദിവസത്തിൻ്റെ വില എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3 - 1 ചെയ്തപ്പോൾ നമ്മുടെ ലാഭം എന്ന് പറയുന്നത് 2 ആണ്. പക്ഷേ നമുക്ക് ഓൾറെഡി ഇത്തിരി കൂടി കൂടിയ പ്രോഫിറ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ നോക്കണ്ട. അപ്പം കറൻ്റ്ലി നമുക്കുള്ള മാക്സിമം പ്രോഫിറ്റ് ഈ 3 ആണ്. ഇനി നമ്മൾ ഇപ്പോഴും ലാഭം തന്നെ ആയതുകൊണ്ട് നമ്മൾ ഈ ലെഫ്റ്റ് പോയിന്റർ അപ്ഡേറ്റ് ചെയ്യണ്ട, റൈറ്റ് പോയിന്റർ അടുത്ത ദിവസത്തേക്ക് മാറി 5. അപ്പം 5-ാം തീയതി എത്രയായിരുന്നു, 5 രൂപയായിരുന്നു സാധനത്തിൻ്റെ വില. അപ്പോൾ നമ്മൾ 5 - 1 ചെയ്ത് നോക്കി. അപ്പോൾ നമ്മുടെ ലാഭം എന്ന് പറയുന്നത് 4 രൂപയാണ്. അപ്പം ഇതാണ് ഇപ്പോൾ നമ്മുടെ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ലാഭം തന്നെ ആയതുകൊണ്ട് ലെഫ്റ്റ് പോയിന്റ് അവിടെ തന്നെ വെച്ചു. പിന്നെ റൈറ്റ് പോയിന്റ് നമ്മൾ 6ാമത്തെ ദിവസത്തേക്ക് നോക്കിയപ്പോൾ 6ാമത്തെ ദിവസത്തിൻ്റെ വില 3 ആയിരുന്നു. 3-ന്ന് നമ്മൾ സെൽ ചെയ്ത ദിവസത്തിൻ്റെ വില മൈനസ് ബൈ ചെയ്ത ദിവസത്തിൻ്റെ വില നോക്കിയപ്പോൾ നമുക്ക് 2 ആണ്. പക്ഷേ ഇതിനേക്കാൾ നല്ല പ്രോഫിറ്റ് 5ാമത്തെ ദിവസം നമ്മൾ വിറ്റ്. 5ാമത്തെ ദിവസം വിറ്റെങ്കിൽ നമുക്ക് ലാഭം എത്രയായിരുന്നു, 4 രൂപ. അപ്പോൾ ഈ ഒരു ദിവസം 2ാമത്തെ ദിവസം ബൈ ചെയ്തിട്ട് 5ാമത്തെ ദിവസം സെല്ല് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കിവിടെ ഏറ്റവും പ്രോഫിറ്റ് വരുന്നത് ഈ സ്റ്റോക്ക് പോർട്ട്ഫോളിയോന്ന്. ഇതാണ് 2 പോയിന്റഡ് മെത്തേഡിൻ്റെ അപ്രോച്ച്. ഇനി ലാസ്റ്റത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡാണ്, അല്ലെങ്കിൽ റിക്കർഷൻ മെത്തേഡാണ്. ഇതിൽ നമ്മൾ എല്ലാ പോസിബിൾ സൊല്യൂഷനും നമ്മൾ ബൈ ചെയ്ത് സെല്ല് ചെയ്ത് നോക്കുകയാണ്, ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെ. പക്ഷേ ഇതിൽ നമുക്കൊരു ഉറപ്പ് വരാൻ പറ്റില്ല, ചിലപ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും, ചിലപ്പോൾ നമുക്ക് ഭയങ്കര ലാഭമായിരിക്കും. എന്നിരുന്നാലും ഓരോന്നും നമ്മൾ ഓരോ കോമ്പിനേഷനും എടുത്ത് നമ്മൾ അതിൻ്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പോകണം. അപ്പോൾ അതിനു വേണ്ടി ഇവിടെ നമ്മൾ മാക്സിമം പ്രോഫിറ്റ് -∞. അപ്പോൾ ഇതാണ് വേഴ്സ്റ്റ് കേസ് അല്ലേ, ഇതായിരിക്കും എൻ്റെ വേഴ്സ്റ്റ് കേസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഹൈ ലൂപ്പിംഗ് ചെയ്യും എൻ്റെ ഓരോ പ്രൈസിലേക്കൂടെ. ആദ്യത്തെ ദിവസം ഇപ്പോൾ 1 ആണ്, 2ാമത്തെ ദിവസം 3 ആണ്, 4ാമത്തെ ദിവസം 5 ആണ്, പിന്നത്തെ ദിവസം 1 തന്നെയാണ്, പിന്നത്തെ ദിവസം 2 ആണെങ്കിൽ ഈ പ്രൈസിൽ കൂടെ ഞാൻ എൻ്റെ ഹൈ ലൂപ്പ് ഇറ്ററേറ്റ് ചെയ്യും. എന്നിട്ട് അത് എൻ്റെ ലെഫ്റ്റ് പോയിന്ററിന്, അതുപോലെ ഇങ്ങനെ റൈറ്റ് പോയിന്ററിന് ഞാൻ ഇവിടെ നിന്ന് തുടങ്ങി എല്ലാ ദിവസവും ഇറ്ററേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ പ്രോഫിറ്റ് കണ്ടുപിടിക്കും. നമ്മൾ ഈ ദിവസം റൈറ്റ് പോയിന്ററിൻ്റെ അല്ലെങ്കിൽ നമ്മൾ സെല്ല് ചെയ്ത ദിവസത്തിൻ്റെ പ്രൈസ് മൈനസ് ബൈ ചെയ്ത ദിവസത്തിൻ്റെ പ്രൈസ്, ഇത് വെച്ച് നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ മാക്സിമം പ്രോഫിറ്റ് അപ്ഡേറ്റ് ചെയ്യും. എങ്ങനെ, കറണ്ട് പ്രോഫിറ്റ് പ്രോഫിറ്റിൽ മാക്സിമം വരുന്ന വാല്യൂ എടുത്തിട്ട് നമ്മൾ മാക്സിമം പ്രോഫിറ്റ് അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ആ മാക്സിമം പ്രോഫിറ്റ് റിട്ടേൺ ചെയ്യും, ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നും പ്രോഫിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ 0 റിട്ടേൺ ചെയ്യുന്നത്. അതായത് ഇപ്പം നമുക്ക് നഷ്ടമായിരുന്നു എന്ന് വയ്ക്കാം, അങ്ങനത്തെ കേസിൽ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത് 0 ആയിരിക്കണം. അപ്പോൾ അതിനാണ് ഇങ്ങനെ എഴുതി വെച്ചാൽ. പക്ഷേ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം നേരത്തെ നമ്മൾ 2 പോയിന്റർ മെത്തേഡ് വെച്ച് ചെയ്ത സെയിം അപ്രോച്ച് തന്നെയാണ്. പക്ഷെ ഇതിൽ ഒറ്റ പ്രാവശ്യം മാത്രം നമുക്ക് നമ്മുടെ അറേ കൂടെ നീങ്ങിയാൽ മതിയായിരുന്നു, അതിൽ തന്നെ ഒരു പ്രോഫിറ്റുകൾ കണ്ടുപിടിക്കേണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ലെഫ്റ്റ് പോയിന്റർ നീക്കണം, പിന്നെ റൈറ്റ് പോയിന്റർ നീക്കണം. ഇത് ലെഫ്റ്റ് പോയിന്ററിനുള്ളത്, ഇത് ജെ ലൂപ്പ് റൈറ്റ് പോയിന്ററിനുള്ളത്, പിന്നെ വേണം പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ. ഇതൊരു നെസ്റ്റഡ് ലൂപ്പാണ്. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് O(n²) ആണ്. എക്സ്ട്രാ സ്പേസ് എടുക്കാത്തതുകൊണ്ട് എല്ലാ കേസിലും സ്പേസ് കോംപ്ലക്സിറ്റി O(1) തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മെത്തേഡ് മനസ്സിലായിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൽ ഞാൻ 2 പോയിന്റർ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ പൈത്തണിൽ സോൾവ് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പറയാണ്
ഞാൻ വാങ്ങിച്ചത് ബൈ ചെയ്ത ദിവസത്തിന് ഞാൻ ഇനീഷ്യേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് 0 എന്നും പിന്നെ സെല്ല് ചെയ്യണ ദിവസത്തെ ഞാൻ ഇനീഷ്യേറ്റ് ചെയ്ത് വെക്കുന്നത് 1 എന്നാണ്. കാരണം ഇത് രണ്ടും ഒരേ ദിവസം ആവരുതെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ മാക്സിമം പ്രോഫിറ്റ് ഞാൻ 0 ആയിട്ടാണ് ഇനീഷ്യേറ്റ് ചെയ്യാൻ. അപ്പോൾ മാക്സ് പ്രോഫിറ്റ് ഈക്വൽ ടു 0. ഇനി ഞാൻ ചെക്ക് ചെയ്യാണ് ഓരോ ദിവസവും കിട്ടിയ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ, ഇനിയിപ്പോൾ കിട്ടിയത് എത്രയാണെന്ന് ഞാൻ ഓരോ ദിവസവും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം അതിന് വേണ്ടി നമ്മൾ പറഞ്ഞു റൈറ്റ് പോയിന്റർ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ എന്തായാലും ഇറ്ററേറ്റ് ചെയ്യാം. അപ്പോൾ റൈറ്റ് പോയിന്റർ ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ സെല്ലിനെയാണ് അല്ലേ. സെല്ല് ചെയ്യണതാണ് റൈറ്റ് പോയിന്ററും ബൈ ചെയ്യണതാണ് ലെഫ്റ്റ് പോയിന്ററും. അപ്പം അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് തിരുവണ ക്ലിയറോ. അപ്പം ഞാൻ പറയാണ് ബൈ സെൽ ഡേ ഈസ് ലെസ് ദാൻ ലെങ്ത് ഓഫ് പ്രൈസസ്. ഇപ്പോൾ നമുക്കിപ്പോൾ 5 ദിവസത്തെ പ്രൈസ് വന്നിട്ടുണ്ടെങ്കിൽ 5 ദിവസം നമ്മൾ ഈ റൈറ്റ് പോയിന്റർ നീക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബൈ സെൽ ഡേ ലെസ് ദാൻ ലെങ്ത് ഓഫ് പ്രൈസസ് എഴുതിയേക്കണേ. എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യാണ് ഞാൻ സെല് ചെയ്ത ദിവസം എനിക്ക് പ്രോഫിറ്റ് ആയിരുന്നു അല്ലയോ എന്ന്. അപ്പോൾ ചെക്ക് ഇഫ് സെല്ലിംഗ് ഡേ സെല്ലിംഗ് ഓൺ ദിസ് ഡേ ഈസ് പ്രോഫിറ്റബിൾ. അപ്പം അതിന് വേണ്ടി ഞാൻ ചെക്ക് ചെയ്യാണ്. ഞാൻ വാങ്ങിച്ച സെല് ചെയ്ത ദിവസമാണ്, സെല് ചെയ്ത ദിവസത്തെ പ്രൈസാണ് വാങ്ങിച്ച ദിവസത്തെ പ്രൈസിനേക്കാളും വലുതെങ്കിൽ നമുക്ക് അവിടെ ലാഭമാണ്, പ്രോഫിറ്റബിൾ ആണ്. അപ്പം അതാണ് ഞാനിവിടെയാണ് ഇഫ് പ്രൈസസ് ഓഫ് ബൈ ഡേ ഈസ് ലെസ് ദാൻ പ്രൈസസ് ഓഫ് സെൽ ഡേ. പിന്നെ സെല്ല് ദിവസത്തെ പ്രൈസാണ് കൂടുതൽ എങ്കിൽ എന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്നാണ് കാണിക്കണം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറയും ഈ ദിവസം എനിക്ക് പ്രോഫിറ്റ് ആയിരുന്നു എന്ന് അല്ലേ. ഞാൻ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ, അതിനുവേണ്ടി കറണ്ട് പ്രോഫിറ്റ്. ഇപ്പോഴത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെല്ല് ചെയ്ത ദിവസത്തെ പ്രൈസ് മൈനസ് ബൈ ചെയ്ത ദിവസത്തെ പ്രൈസ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ പ്രൈസസ് ഓഫ് സെൽ ഡേ മൈനസ് പ്രൈസസ് ഓഫ് ബൈ ഡേ. ഇനി നമ്മളിവിടെ മാക്സിമം പ്രോഫിറ്റ് ഇപ്പോൾ ഈ ദിവസത്തെ ഈ 2 ദിവസങ്ങളിലെ പ്രോഫിറ്റാണ് മാക്സിമം പ്രോഫിറ്റ് എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ മാക്സിമം പ്രോഫിറ്റും ഇപ്പോഴത്തെ കറന്റ് പ്രോഫിറ്റും കമ്പയർ ചെയ്യും. അതിൽ മാക്സിമം ഏതോ അത് മാക്സിമം പ്രോഫിറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. അപ്പം അതിനുവേണ്ടി മാക്സിമം പ്രോഫിറ്റ് ഈക്വൽ ടു മാക്സിമം ഓഫ് മാക്സിമം പ്രോഫിറ്റ് ആൻഡ് കറന്റ് പ്രോഫിറ്റ്. ഇനിയിപ്പോൾ നമുക്ക് ലാഭമല്ല നഷ്ടമായിരുന്നു നോക്കി. ഇവിടെ ഞാനൊരു ഇൻഡൻറ്റേഷൻ. ഇനിയിപ്പോൾ നമുക്ക് നഷ്ടമായിരുന്നു നോക്കി. ഇപ്പം നമ്മൾ ഒരു എൽസ് ലൂപ്പിലാണ്. എൽസ് ഇഫ് നോ പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ ഇഫ് ഡോസ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പറഞ്ഞു നമുക്ക് ലാഭം അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കുറയാവുന്ന ദിവസം വാങ്ങിക്കാൻ ശ്രമിക്കണം. അപ്പം അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് പോയിന്റർ റൈറ്റ് പോയിന്റർ ഉള്ളിടത്തേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. If not profitable, we move the buy day to the current sell day അല്ലേ. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ലെഫ്റ്റ് പോയിന്റർ അപ്ഡേറ്റ് ചെയ്യാതാണ് നമ്മളോട് പറയുന്നത്. റൈറ്റ് പോയിന്റർ ഉണ്ടായിരുന്ന സ്ഥലത്ത് നമ്മൾ ലെഫ്റ്റ് പോയിന്റർ അപ്ഡേറ്റ് ചെയ്യും. ഇനി ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും എന്തായാലും നമ്മൾ റൈറ്റ് പോയിന്റർ നീക്കിക്കൊണ്ടിരിക്കണം. അതായത് സെല്ല് ചെയ്യുന്ന ദിവസം നമ്മൾ നീക്കിക്കൊണ്ടിരിക്കണം. എന്നാലും നമുക്കറിയില്ല ഏറ്റവും പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ നഷ്ടമാണോ. ഇനിയിപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ അത് എത്രയാണെന്ന് അറിയണമെങ്കിൽ എന്തായാലും നമ്മൾ സെല്ല് ചെയ്യുന്ന ദിവസം നീക്കിക്കൊണ്ടിരിക്കാം. അതായത് റൈറ്റ് പോയിന്റർ നീക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ അതുകൊണ്ട് മൂവ് ടു ദ നെക്സ്റ്റ് ഡേ ടു കൺസിഡർ സെല്ലിങ്. ഇപ്പോൾ സെൽ ഡേ നമ്മൾ ഓരോന്ന് വീതം കൂട്ടും. ഇനി നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത് വന്നിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് മാക്സിമം പ്രോഫിറ്റ് ആണ്. ഇനി ഇത് റൺ ചെയ്ത് നോക്കാം.
ഓക്കെ, ഇപ്പം നമ്മുടെ എല്ലാ കേസസും ആക്സെപ്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 2 പോയിൻ്റർ മെത്തേഡ് വെച്ചിട്ടുള്ളതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി നമ്മൾ പറഞ്ഞത് നമുക്ക് ഒരു പ്രാവശ്യം എന്തായാലും ഇറ്ററേറ്റ് ചെയ്യണം, അതുകൊണ്ട് OF(n) ആണ്. പിന്നെ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് OF(1) ആണ്. കാരണം എക്സ്ട്രാ നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഓരോ ദിവസം എന്തായാലും ഇറ്ററേറ്റ് ചെയ്താൽ നമുക്കറിയില്ല ആ ദിവസം ലാഭമായിരുന്നോ നഷ്ടമായിരുന്നോ, ഇത് ലാഭമാണെങ്കിൽ അത് എത്രയാണ്. അപ്പോൾ അതാണ് ടൈം കോംപ്ലക്സിറ്റി OF(n). ഇപ്പോൾ ഈ 2 പോയിൻ്റർ മെത്തേഡിൻ്റെ കോഡ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുള്ളവർ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ മതി, നമുക്കത് അവിടെ ഡിസ്കസ് ചെയ്യാം. ഇനി കൂടുതൽ ഈ കോഡ് പ്രോബ്ലംസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.